പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്, മറിച്ച് റിനൂസ് കിച്ചൺ എന്ന ഈ ചാനലിനെ കുറിച്ച് പറയാനും അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയിക്കാനും കൂടിയാണ്. പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്നും കമ്പനിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിന് മേലെ ഓൾ എന്ന് കാണിക്കും, അതും കൂടെ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. എങ്കിലുള്ളൂ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ട് വീഡിയോ ഒക്കെ പെട്ടെന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുമ്പോൾ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കുക്ക് ഇൻ മൈ കിച്ചൺ എന്നായിരുന്നു. പിന്നീടാണ് അത് റിനൂസ് കിച്ചൺ എന്നാക്കിയത്. 2017 ഞാൻ ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഒരു ഗീ റൈസ് ആയിരുന്നു. അത് വീഡിയോ ഒന്നും വലിയ ക്ലിയർ ഇല്ലാത്ത കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ വല്ലാതെ ഒന്നും അറിഞ്ഞിരുന്നില്ല ഏത് ഭാഗത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കേണ്ടതെന്നോ യൂട്യൂബിനെ കുറിച്ചൊന്നും വല്ലാതെ അറിയൊന്നും ചെയ്തിരുന്നില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അങ്ങനെ 2-3 വീഡിയോ ഒക്കെ ചെയ്തപ്പോഴേക്കും അതിൽ ചില വീഡിയോസൊക്കെ ഒന്ന് വ്യൂവേഴ്സ് വരാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ട ഒരു ടൈമിൽ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു യൂട്യൂബ് പുതിയൊരു നിയമം കൊണ്ടുവന്നത്. 4000 ഹവേഴ്സ് വാച്ച് ടൈമും അതോടൊപ്പം തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും വേണം എങ്കിലുള്ള നമുക്കിതൊന്ന് മോണിറ്റൈസേഷൻ എനാബിൾ ആക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതിൽ വീഡിയോ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ കരുതി. പിന്നെ ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 4-5 വീഡിയോസൊക്കെ ചെയ്തപ്പോൾ അതിൽ 2-3 വീഡിയോസൊക്കെ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പുറമേന്ന് വ്യൂവേഴ്സ് കാണാനും തുടങ്ങി. അങ്ങനെ കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കിട്ടുകയും ചെയ്തിരുന്നു. അതിലെടുത്ത് പറയാനാണെങ്കിൽ ക്യാരറ്റ് ഹൽവ. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്തൊക്കെ 60 വ്യൂവേഴ്സ് അല്ലെങ്കിൽ 100 ആൾക്കാർ അങ്ങനെയൊക്കെ കണ്ടിരുന്നത്. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അതിൽ പുറമേ നിന്ന് ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കമൻറ്റൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സക്സസ് ആവുമെന്ന് വിചാരിച്ച ഒരു വീഡിയോ അല്ല. അപ്പോൾ ഇതിന് മുമ്പ് ഒരു മട്ടൻ സൂപ്പിൻ്റെയും ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ എനിക്ക് ഈ ഒരു ടൈമിൽ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാർ കാണാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് 3 മാസം കൊണ്ട് 3 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയും ചെയ്തു. പിന്നെ ഒരു 4 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് 4000 ഹവേഴ്സ് വാച്ച് ടൈം കറക്റ്റ് കിട്ടുകയും ചെയ്തു. പിന്നെ കറക്റ്റായിട്ട് അങ്ങനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തും ചെയ്തിരുന്നില്ല. പിന്നെ അങ്ങനെ വലിയ രീതിയിലൊന്നും എഡിറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തട്ടിക്കൂട്ടി എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുക ചെയ്തത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അന്ന് ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചധികം വീഡിയോസൊക്കെ ചെയ്തു. അപ്പോൾ അതിനിടയിൽ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന ടൈമിൽ സൗദിയിലായിരുന്നു. പിന്നെ നാട്ടിലേക്ക് വന്നിട്ട് എനിക്ക് അങ്ങനെ വല്ലാതെ ഒന്നും വീഡിയോസൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. 5-6 വീഡിയോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതിലെടുത്ത് പറയുകയാണെങ്കിൽ കലത്തപ്പം അതുപോലെ തന്നെ നെയ്യപ്പം അങ്ങനത്തെ വീഡിയോ ഒക്കെ പെട്ടെന്ന് സക്സസ് ആയി. ആ ഒരു സമയത്തെ ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഇന്ന് കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മൾ യൂട്യൂബിൽ നിന്ന് എത്രത്തോളം വിട്ടു നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കുറേ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ 1.5 വർഷം നിന്ന് വിട്ടു നിന്നത് രണ്ടാമത്തെ മോനുണ്ടായിട്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു. ആ 1.5 വർഷം ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒന്നും അതുപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോസിൻ്റെ കമൻറ്റിന് പോലും റിപ്ലൈ കൊടുക്കാതായി. കാരണം ഇതൊന്ന് വിട്ടു നിന്ന പോലെ ആയിരുന്നു. പിന്നെ മോനൊരു 11 മാസം ആയപ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 മാസമായി ഞാൻ ഇപ്പോൾ വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് കുറച്ചധികം വീഡിയോസൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ആദ്യം എനിക്ക് പെട്ടെന്ന് തന്നെ 2-3 വീഡിയോ ഒന്ന് വൈറലായ പോലെ തന്നെ പെട്ടെന്ന് എൻ്റെ ഈ ഒരു വീഡിയോസിലൊന്നും അധികം വ്യൂവേഴ്സ് വരാതായി. അതൊന്നാമത് കാരണം നമ്മൾ ഒരുപാട് 1.5 വർഷമൊക്കെ ഇതിന്ന് വിട്ടു നിന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ മാസത്തിൽ 4 വീഡിയോ ആയിട്ട് അങ്ങനെയെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടും. പിന്നെ എനിക്ക് എന്നാലും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ 2-3 വീഡിയോ ഇട്ട സമയത്ത് തന്നെ കുറച്ച് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ക്യാരറ്റ് ഹൽവ അതിൻ്റെ വീഡിയോ ഒക്കെ പെട്ടെന്ന് വൈറലായത് കാരണം എനിക്കൊരു ഇന്ന് വരെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അതിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ വ്യൂവേഴ്സ് ഇപ്പോൾ 1 മില്യൺ വ്യൂവേഴ്സ് ആവാനായിട്ടുണ്ട്.
അപ്പോൾ അതും പിന്നെ 2-3 വേറെ വീഡിയോസൊക്കെ കാരണം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അതൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് പോകുന്നില്ലേ, 26,000 സബ്സ്ക്രൈബേഴ്സായിട്ടും വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണല്ലോ വീഡിയോസിനെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണം ഇതാണ്. ഇതിനിടയിൽ 1.5 വർഷം ഞാൻ വീഡിയോസ് ചെയ്യാത്തത് തന്നെയാണ് കാരണം. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുടങ്ങുന്ന സമയത്ത് വിസ്മാറ്റോ, വീഡിയോ ഷോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചു. അതിനുശേഷം പിന്നെ iMovie കുറച്ച് കാലം ഉപയോഗിച്ചു. iMovie വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കെയിൻ മാസ്റ്ററും അതുപോലെ തന്നെ ഇൻഷോട്ടുമാണ്. ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വളരെ ഈസിയാണ് ഇതിൽ എഡിറ്റ് ചെയ്യാനായിട്ട്. തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് പോലും ഇതിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇത് രണ്ടിലുമാണ് ഇപ്പം ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ തമ്പനെയിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, തമ്പനെയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ പിക്സാർട്ടിലാണ്. അപ്പോൾ യൂട്യൂബ് തമ്പനെയിലിൻ്റെ ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ പിക്സാർട്ടിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോസൊന്നും ആദ്യം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തമ്പനെയിലിൻ്റെ കുറിച്ചൊന്നും അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ പതുക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിതിനെക്കുറിച്ച് എല്ലാ അറിവുകളും കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ വീഡിയോ എടുത്തിരുന്നത് ഫോണിൽ തന്നെ ആയിരുന്നു വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് മേടിച്ചിരുന്നു കേട്ടോ. നമ്മൾ കാറിലൊക്കെ വെക്കുന്ന സ്റ്റാൻഡില്ലേ, അതൊരു ടിന്നിൽ നല്ല അമർത്തി വെച്ചിട്ട് സ്റ്റൗവിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് വളച്ച് പിടിച്ച് സൂം ചെയ്ത് വെക്കും. അങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വീഡിയോ എടുത്തിരുന്നത്. അന്ന് തന്നെ ട്രൈപോഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ ഫോൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫോണും അതിന് നല്ലൊരു ട്രൈപോഡും ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഒരു ക്യാമറ ഉണ്ട്, നിക്കോണിൻ്റെ ക്യാമറയാണ്. അപ്പോൾ ഞാൻ ചില ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ആ ഒരു ക്യാമറ ഞാൻ ഉപയോഗിക്കലുണ്ട്. പിന്നെ ഞാൻ യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു ചാനലാണ് സലു കിച്ചൺ എന്ന് പറഞ്ഞ ചാനൽ. സലു കിച്ചണിൽ സെമീറാത്താൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ചാനൽ എപ്പോഴും കാണുന്ന ഒരാളായിരുന്നു ഞാൻ. ഒത്തിരി ഇഷ്ടമാണ്. അവർക്കിപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്തിട്ട്, ഒരുപാട് വർഷം അവർ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അതിന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അവരുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിനുള്ള ഫലം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ എനിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നിന്ന് വിട്ടു നിന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇടയിൽ നമ്മൾ ഗ്യാപ്പൊന്നും അങ്ങനെ വരുത്താതെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അതെന്തായാലും സക്സസ് ആവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് അടുത്തൊരു ചാനലും കൂടെ ഉണ്ടാക്കാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ആ ഒരു പുതിയ ചാനലും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പുതിയ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കറിക്കൂട്ട് എന്നാണ്. അപ്പോൾ ഇനിയൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ പേര് വെച്ചിട്ട് വേണ്ടാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. റവ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രീം ബണ്ണാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലും നമ്മൾ കുക്കിംഗ് വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത്. ഈ 2 ചാനലും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നതാണ്. 2 ചാനലിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ചാനലിലേക്ക് പോകാം. ആ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കാരണം റിനൂസ് കിച്ചൺ എന്ന ഈ ഒരു ചാനലിൽ നമ്മൾ വീഡിയോ ഇടാതിരിക്കില്ല. 2 ചാനലിലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് 2 ചാനലിലും വേണം. കറിക്കൂട്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കറക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.